ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എന്ന വർക്കിലൂടെ നമുക്ക് ഒന്നിച്ചായിരിക്കും ദൈവം നൽകിയ വലിയ കൃപയ്ക്ക് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. നാം ആയിരിക്കുന്നത് ദൈവ കൃപയിലാണ്. ഇതൊരു പ്രസംഗ ശുശ്രൂഷയല്ല, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഈ വിഷയങ്ങൾ നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകൾ വഹിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മൾ കർത്തന്റെ വേലയായിരിക്കുമ്പോൾ ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്നുണ്ട്. എന്നാൽ ആ വിഷയങ്ങൾ നാം പലപ്പോഴും അലക്ഷ്യമായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ ആയിത്തീരാതിരിക്കാൻ ലഭിക്കുന്ന എല്ലാ വിഷയങ്ങളും വളരെ അഭിഷേകത്തോടുകൂടി ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷ നമുക്ക് ഏവർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആദ്യമായി ബ്രദർ ബാനി പ്രാർത്ഥിച്ച ശേഷം ഈ മീറ്റിംഗുകൾ ആരംഭിക്കുന്നതായിരിക്കും. കർത്താവെ, ഒരു ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന് കർത്താവ് വിവിധ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തക്കവണ്ണമുള്ള കർത്താവെ ഒരു ആലോചന തന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഓരോ വിഷയങ്ങളും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അഭിഷേകത്താൽ അതിന്റെ മേലെ ഒരു വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് കർത്താവെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിന്റെ മേലെ ഒരു അഭിഷേകം അയക്കുവാനും കർത്താവെ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക്, ആ കുടുംബങ്ങൾക്ക്, ആ വിഷയങ്ങളുടെ മേൽ ഒരു വിടുതലയക്കുവാനും കർത്താവെ നിനക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. നിന്റെ പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്ന ഒക്കെയും തരാമെന്ന് നീ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കർത്താവെ, നീ വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറാത്തവനാണ്. നീ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. കർത്താവെ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഒരുമനപ്പെട്ട് വരുന്നു, ഐക്യത്തോടെ വരുന്നു. കർത്താവെ, ഈ വിഷയങ്ങളെല്ലാം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുമ്പോൾ കർത്താവെ അതിന്റെ മേൽ വിടുതൽ അയക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ കർത്താവെ നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഹല്ലേലൂയ. അല്പസമയം നിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യത്താൽ നീ ഞങ്ങളെ നിറയ്ക്കണം കർത്താവെ, നിന്റെ അഭിഷേകത്താലൂടെ നിറയ്ക്കണം കർത്താവെ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എല്ലാമില്ലാതുള്ള നന്മകളോർത്ത വന്നിപ്പനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തിച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തിച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കൈയിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കൈയിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ചില വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവത്തിൽ സന്നദ്ധപ്പെടുകയാണ്. കുഞ്ഞുമോൾ എന്ന സഹോദരി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. വിശ്വാസി വന്ന സഹോദരിയാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, ഏക കഴിയുകയാണ്. താമസിക്കാൻ വേണ്ടതുപോലെ വീടില്ല, സൗകര്യങ്ങളില്ല, സാമ്പത്തികങ്ങളില്ല. ഒട്ടനവധി ആ സഹോദരി ഭാരപ്പെടുകയാണ്. പ്രത്യേക ജാതീയ പശ്ചാത്തലത്തിൽ കടന്നു വന്ന സഹോദരി കൂടിയാണ്. അവർ വിശ്വാസത്തിൽ നിൽക്കാൻ വളരെ ഭാരപ്പെടുകയാണ്, പണിപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ജോബ്സിൽ ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ സഹായിച്ചു, ബലപ്പെടുത്തി. പ്രത്യേകം നമുക്ക് കുഞ്ഞുമോൾ എന്ന സഹോദരി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ കൊച്ചുമോള് കൈ ഉയർത്താൻ സാധിക്കാതെ വേദനപ്പെട്ട് ഭാരപ്പെടുകയാണ്. ക്യാൻസർ പേഷ്യന്റ് ആണ്, ചികിത്സയിലായിരിക്കുന്നു. പ്രത്യേകം നമുക്ക്
കൊച്ചുമോളിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവർക്ക് സഹായിക്കാൻ ആരുമില്ല, ഏക കഴിയുകയാണ്. പ്രത്യേകം അവരെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അതുപോലെ സരള അമ്മച്ചി, അവർക്ക് ഹോസ്പിറ്റലിൽ നിന്നും മടക്കി അവർക്ക് സുബോധമില്ലാതെ വീട്ടിലായിരിക്കുന്നു. വളരെ നാളുകളെ അവരെ ഏക കഴിയുന്നു. മോൾ അരികത്തുണ്ട്. അവർക്ക് സൗഖ്യം ലഭിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ അച്ചാമ്മ, ചേച്ചിയുടെ മകനിൽ നിന്നും അനുഭവിക്കുന്ന പീഡനങ്ങൾ അതുമൂലം ഭാരപ്പെട്ട് വീട്ടിൽ കഴിയുകയാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥന ഓർക്കണമേ. ഈ വിഷയങ്ങൾ ഓർത്ത് ഇപ്പൊ ജോസഫ് പ്രാർത്ഥനയായിരിക്കും. അങ്ങനെ ബാധപ്പെടത്തിലായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. 2 3 പേർ നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഒരു മധ്യത്തിൽ കർത്താവ്യമായിട്ട് വാക്കുന്ന നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇപ്പോൾ പറഞ്ഞ വിഷയമെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കർത്താവേ. വിളിച്ചു കേടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. മകളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ കഴിയുമ്പോൾ കർത്താവെ നിന്നുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന വാക്തത്വം കൊടുത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ യേശുവെ കൊച്ചുമോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ രോഗത്താൽ ഭാരപ്പെടുമ്പോ കർത്താവെ യേശുവെ അങ്ങനെ സൗഖ്യമാക്കുന്ന കരം കർത്താവ് മകളോട് കൂടെ ഇരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് സൗഖ്യദായകനായിരിക്കാൻ നമ്മോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെ കുറവുകളൊന്നും കർത്താവെ അനുഗ്രഹത്തിൽ തടസ്സമാകല്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവെ പ്രത്യേക കർത്താവെ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ കരങ്ങളിലേക്ക് കർത്താവെ. കർത്താവെ അങ്ങനെ കരുതലും കാവലും ഉണ്ടായിരിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഞങ്ങൾ രണ്ടുപേർ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോഴൊക്കെയും അതിനൊക്കെയും മറുപടി തരുന്നതേയും സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തുമുട്ടുമെന്നാൽ തുറക്കും കർത്താവെ. അങ്ങയുടെ വാക്തത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ ഒരു മരപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ വിടുതലയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവെ മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവത്വം എടുക്കണമേ ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ആരും വെറുതെയിരിക്കരുത്. പാട്ടോടുമ്പോ കൈയടിക്കണം. ദൈവം കേൾക്കട്ടെ. ഒരു പാട്ട് ലോകത്തിലേകയാശ്രയം എന്റെ സുമാത്രം ശോകങ്ങളേറി വന്നാലും അമേൻ. ലോകത്തിലേകയാശ്രയം എന്റെ സുമാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. മാറായുണ്ടേ മരുവതിൽ കാലമില്ല മാറായൻ നാമേശു. മാറായുണ്ടേ മരുവതിൽ കാലമില്ല മാറാമേശു. അമേൻ. മാറാത്ത വാക്കു തന്നു മാറുമോ ആയവൻ, മാറാത്ത വാക്കു തന്നു മാറുമോ ആയവൻ. മാറാമധുരമാക്കിടും അമേൻ, മാറാമധുരമാക്കിടും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശം ഒരു ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഫലം അടുത്ത ദിവസങ്ങളിൽ കടന്നു വരുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഫലം പ്രത്യേക ദൈവനാമ മഹത്തിനായി തീരുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വരമേൽപ്പിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ദേശം രോഗമൊക്കെയും കോവിഡിനാൽ ഭാരപ്പെട്ടുകൊണ്ട് ദേശം കടന്നു പോവുകയാണ്. പ്രത്യേക നമ്മുടെ എല്ലാവിധ സാമ്പത്തിക രംഗങ്ങളൊക്കെയും വളരെ പ്രയാസത്തിലായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ സഹകാരികളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അവിടെ വളരെയധികം കടക്കണിയിലും ഭാരത്തിലും കൂടി അടയ്ക്കാൻ പറ്റാതെയും ലോൺ അടയ്ക്കാൻ പറ്റാതെയും ഭാരത്തിലായിരിക്കുന്നു. അവർക്ക് ബിസിനസ് ഇല്ലാതെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരെ എല്ലാ സ്ഥാപനവും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നിങ്ങൾ ഓർമ്മയിൽ വരുന്ന എല്ലാ സ്ഥാപനവും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥന ഓർക്കണമേ. മാത്രമല്ല കോവിഡ് മൂലം ഭാരപ്പെടുന്ന ഒരു വിശ്വാസ നമ്മുടെ സഹകാര കുടുംബമാണ്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകം അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അവർ ഒന്നടങ്കം അവര് വീട്ടിലായിരിക്കുകയാണ്. അവർക്ക് വേറെ മാർഗങ്ങളില്ല. സാമ്പത്തികം വളരെയധികം പ്രയാസ കുടുംബമാണ്. അത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. അവരുടെ പേര് ഞാൻ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നില്ല. നമുക്ക് അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. മാത്രമല്ല വിവാഹപ്രായമായിട്ടും വിവാഹം കഴിയാതെ നിൽക്കുന്ന ആൺ പെൺ മക്കളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. പല കുടുംബങ്ങളിലും സഹോദരന്മാർക്ക് പ്രായം ഏറെ കവിഞ്ഞിട്ടും വേണ്ടതുപോലുള്ള ബന്ധുത ലഭിക്കാതെ ഭാരപ്പെടുന്ന ഒട്ടനവധി സഹോദരന്മാർ എന്റെ ലിസ്റ്റിലുണ്ട്. ഞാൻ അവർ പേര് പറഞ്ഞ്
പുറത്തു പറയുന്നില്ല. നിങ്ങൾ പ്രത്യേകം അവരെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ സഹോദരിമാരോർത്തും തക്കതായ തുണകൾ ലഭിക്കാൻ നിങ്ങൾ പ്രത്യേകം അവരോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ രാജസ്ഥാൻ, ബംഗാൾ, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെ നമ്മുടെ ശുശ്രൂഷ നടക്കുന്നുണ്ട്. അവിടെ അയച്ചുള്ള ട്രാക്റ്റുകൾ യഥാസമയം ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെ അയക്കുന്ന എല്ലാ മിഷന്മാരോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത്രയും വിഷയങ്ങളോട് മോളിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അവിടെ അത് സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ആമേൻ. ഞങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം രണ്ടോ മൂന്നോ പേർ അവിടെ കൂടിയാൽ ഞങ്ങൾ മധ്യമുള്ള ഞങ്ങൾ ചെയ്ത സ്തോത്രം ചെയ്യുന്നു. മധ്യമുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, പറഞ്ഞ എല്ലാ വിഷയങ്ങളും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേൻ. സ്തോത്രം. കർത്താവേ, രക്ഷ കഴിഞ്ഞു കർത്താവ് പ്രശ്നമുണ്ടാവാതിരിക്കാൻ കർത്താവേ, നാട്ടുവഴി പ്രാർത്ഥിക്കുന്നു. കോവിഡ് മുതൽ മൂലം ഭാരപ്പെടുന്ന അനേക മക്കളുണ്ട് കർത്താവ്. ആമേൻ. നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. ആമേൻ. പ്രത്യേകിച്ച് കോവിഡ് മൂലം ഭാരപ്പെടുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടണമേ കർത്താവേ. ആമേൻ. കർത്താവേ, രോഗങ്ങളുടെ കർത്താവേ, യേശുവിന്റെ രക്തം കൊണ്ട് സ്തോത്രം. കർത്താവേ, നിന്റെ രോഗത്തിനെ സൗഖ്യദായകനാണല്ലോ ആമേൻ. കർത്താവേ. രോഗം കർത്താവേ മാറ്റി കൊടുക്കാൻ കർത്താവ് നീ സഹായിക്കണമേ കർത്താവേ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തു. നീതിമാൻ കുഞ്ഞിപ്പോകാൻ അവനൊരു നാളും സമ്മതിക്കില്ല ആമേൻ. കർത്താവേ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നിനക്ക് തരും തരും. കർത്താവേ. അതെല്ലാം നിവർത്തിക്കട്ടെ കർത്താവേ. ആമേൻ. കർത്താവേ, നീ നല്ലവനും ആമേൻ. ക്ഷമിക്കുന്നതിനോട് അപേക്ഷിക്കുന്നതിനോടൊക്കെ ദയാലുവാകുന്നു ആമേൻ. കർത്താവേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും നിന്റെ കരങ്ങളിലും സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു സ്തോത്രം കർത്താവേ. ചെയ്യുന്നു. ബിസിനസിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും ഈ കോവിഡ് മൂലം കർത്താവേ പല വിഷമത്തിലാണ് കർത്താവേ. ആമേൻ. ലോൺ അടയ്ക്കാൻ പറ്റാതെ കർത്താവേ കച്ചവടം വേണ്ട ദൈവമേ, വിടുവിക്കണം കർത്താവേ. അതെല്ലാം വിടുവിച്ച് കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഓരോ മക്കളെ നീ സഹായിക്കണമേ കർത്താവേ. ആമേൻ. സ്തോത്രം. സ്ഥാപനങ്ങളുണ്ടല്ലോ കർത്താവേ. ആമേൻ. ഒക്കെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ. വിവാഹപ്രായമായിട്ട് കർത്താവേ, വിവാഹം കഴിയാത്ത അനേക മക്കളുണ്ട് ഉണ്ട് കർത്താവേ. കർത്താവേ. അവർക്ക് തക്ക തുണയെ കർത്താവ് തരാമെന്ന് മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല. സ്തോത്രം. തക്ക തുണയെ തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആമേൻ. കർത്താവേ. സ്തോത്രം. അവർക്ക് എല്ലാവർക്കും തക്ക തുണയെ കർത്താവ് തന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവേ, എല്ലാ കാര്യങ്ങളും കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. വാക്കുമാറാകതെ ആമേൻ. കൂടുള്ളതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു, നന്ദി ആമേൻ. പറയുന്നു കർത്താവേ. എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ. എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും കർത്താവേ സ്തോത്രം. സമർപ്പിക്കുന്നു കർത്താവേ. ആമേൻ. കർത്താവേ, എല്ലാം കർത്താവേ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാകുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം കർത്താവേ. കർത്താവേ, ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. വന്ന് എല്ലാവരെയും നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ദൈവത്തിൽ കർത്താവേ, ദൈവത്താൽ പ്ലാനിങ്ങാണ് കർത്താവേ. ആമേൻ. ഞങ്ങളുടെ പ്ലാനല്ല കർത്താവേ. സ്തോത്രം. കർത്താവേ, പല വിഷമങ്ങളുണ്ട് കർത്താവേ. ആമേൻ. നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു സമർപ്പിക്കുന്നു അപ്പാ. കർത്താവേ, ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്നതിനായി ഞങ്ങൾ സ്തോത്രം. നന്ദി പറയുന്നു കർത്താവേ. എല്ലാ ആവശ്യങ്ങളും എല്ലാവരും ആവശ്യങ്ങളും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ. ആമേൻ. ഇതുവരെ നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആമേൻ. ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് സ്തോത്രം സ്തോത്രം ചെയ്ത് ചെയ്യുന്നു. സ്തുതിക്കുന്നു അപ്പാ. ആമേൻ. ഒരിക്കൽ കൂടി എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. മാനവ കേൾക്കണമേ, യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യാം നമുക്ക്. ദൈവനാമത്തിന് മാത്രമാണ് ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ പാടും മാത്രപ്പെടുത്താം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാൻ ആരുമേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാൻ ആരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാൻ ആരുമേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാൻ ആരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങ് പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങ് പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാൻ ആരുമേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാൻ ആരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, ശത്രുവീനഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന
നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ചൊരു പാട്ടാണ് നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ദിവ്യ സമ്പത്തായിട്ടുള്ളത്, നമുക്ക് ഒരു കൈമുതലായിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ ലോകമൊക്കെ നമ്മൾ കൈവിടിയും, ലോകത്തിലെ സമ്പത്തും കൈവിടിയും, പക്ഷേ അത് കൈവിടാത്ത ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. നമുക്ക് അവന് സന്തോഷിക്കാം. പൗലോസ് പറഞ്ഞ പോലെ നിങ്ങൾ എപ്പോഴും എപ്പോഴും സന്തോഷിക്കും. നമ്മുടെ ജീവിതത്തിലെ മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിന്റെ കൃപയുണ്ടെങ്കിൽ, കർത്താവിന് വലിയ അഭിഷേകം ഉണ്ടെങ്കിൽ, നമുക്ക് ഏത് പ്രതികൂലത്തെയും നമുക്ക് അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വീണ്ടും നമുക്ക് ചില വിഷയങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കൃപയ നമ്മുടെ ഒറീസയിലെ ശുശ്രൂഷ വളരെയധികം അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും അത് മാസികയിലൂടെയും എല്ലാം അറിയുന്ന വിശ്വസിക്കുകയാണ്. പ്രത്യേകം അവിടെയുള്ള എല്ലാ മിഷന്മാരും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒറീസയിലെ 39 ഗ്രാമങ്ങളായിട്ട് 15ഓളം മിഷന്മാർ വടക്കിന്ത്യയിൽ മൊത്തത്തില് ബംഗാളിലും ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും ഒറീസ അതുപോലെ കർണാടക, തമിഴ്നാട്, കേരള ഇത്തരം സ്ഥലങ്ങളിലെ കർത്താവ് വേലയായിരിക്കും. നമുക്ക് എല്ലാവരോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവർ ചർച്ച പണികാലം അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെയും അനുഗ്രഹമായി നടത്തുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ലില്ലി എന്റെ അമ്മയാണ്. എന്റെ അമ്മ വാർദ്ധക്യ സഹജമായിട്ട് വീട്ടിലേക്കാണ്. കണ്ണിന് കാഴ്ച കുറവുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ചികിത്സിച്ചും ഭേദം വളരെ വരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് കർത്താവ് വിടുവിക്കും. നമുക്ക് എന്റെ അമ്മയ്ക്ക് കാഴ്ച ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്റെ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ കുറെ വാർദ്ധക്യ സഹജമായ രോഗത്താൽ അല്ലെങ്കിൽ ഭാരപ്പെട്ടൊക്കെ വീട്ടിലിരിക്കുന്ന ഒത്തിരി അമ്മച്ചിമാരുണ്ട്, എനിക്കറിയാം. പ്രത്യേകം ഇവിടെ ഇരിക്കുന്ന മോളിച്ചൊരു അമ്മണിയേച്ചി വീട്ടിലിരിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അത് പലർക്കും കൂട്ടായ്മയിൽ വരാൻ സാധിക്കാതെ, അവർക്ക് വാർദ്ധ പ്രായത്തിന്റെ ആദിക്കളുകൊണ്ട് കൂട്ടായ്മയിൽ പള്ളി പോകാൻ സാധിക്കാതെ അവർ ഭാരപ്പെട്ട് വീട്ടിലിരിക്കുക കഴിയുകയാണ്. അവർക്ക് നേരം പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവരും എല്ലാ അമ്മച്ചന്മാരെ ഓർത്ത് അപ്പച്ചന്മാരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെ എല്ലാ രോഗത്തിനും കർത്താവ് വിടുതൽ ലഭിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. മാത്രമല്ല നമ്മുടെ ഈ മാസം 31-ാം തീയതി ആണ്ടവസാന പ്രാർത്ഥനയുണ്ട്. അത് ഏറ്റവും അനുഗ്രഹമായി നടത്താൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ പുതിയ വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ച കൃപയേക്കാളും അനുഗ്രഹങ്ങളൊക്കെയും ഡബിൾ ആയിട്ട് ലഭിക്കാൻ വേണ്ടി പ്രത്യേകം നമുക്ക് കർത്താവിന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത്തരം വിഷയങ്ങളോട് ബ്രദർ ബാനി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വേലയിൽ ഓടുന്ന അനേക ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവെ വടക്കേ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവെ ജീവൻ പോലും പണയം വെക്കുന്ന ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന അനേക ദൈവമക്കളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, അവർ നിന്റെ കരങ്ങളിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. നിന്റെ ദൂതന്മാർ അവർക്ക് കാവലായിരിക്കട്ടെ കർത്താവെ. അവരുടെ ഓരോ ആവശ്യങ്ങളും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവെ. നിന്റെ അഭിഷേകത്താൽ അവരെ നടത്തണം കർത്താവെ. അവർ വായ തുറക്കുമ്പോൾ നീ വചനം കൊടുക്കണം കർത്താവെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവരെ നടത്തണം കർത്താവെ. ഹല്ലേലൂയ. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരുവാൻ ഇടയായി തീരട്ടെ കർത്താവെ. അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ വലിയ വിടുതലുകൾ വെളിപ്പെടുവാൻ ഇടയായിട്ടെ. ഹല്ലേലൂയ. കർത്താവെ, അവർ കൂടുതലായിട്ട് നിന്റെ വചനത്തിൽ ഉറ്റിരിക്കുവാനും കർത്താവെ നിന്നോട് കൂടുതൽ പറ്റിച്ചേർന്ന് നടക്കുവാനും നിന്റെ ആലോചന കർത്താവെ പ്രസ്താവിക്കുവാനും നീ അവർ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പോലെ അല്ലല്ലോ കർത്താവെ. അവിടെ കർത്താവെ അവർ അനുഭവിക്കുന്ന കർത്താവെ ഭാരം, കർത്താവെ ഭയം, അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ കർത്താവ് പ്രവർത്തിക്കുന്നത്. അവിടെ നിന്റെ വലിയ വിടുതലുകൾ അവർക്ക് ഉണ്ടാകട്ടെ കർത്താവെ. നിന്റെ ശക്തി അവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. നിന്റെ ദൂതന്മാർ അവർക്ക് മുൻപേ തന്നെ കടന്നുപോകട്ടെ കർത്താവെ. ഓരോ സ്ഥലങ്ങളിലും അവർ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ വിടുതലുകൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരട്ടെ കർത്താവെ. അനേക ആളുകൾ ചർച്ചിലേക്ക് ഒഴുകി വരട്ടെ കർത്താവെ. വചനം വാരി വിതറുന്ന ഒരു അവസ്ഥ ഉണ്ടാകട്ടെ കർത്താവെ. അവരുടെ സകല ആവശ്യങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. ഞങ്ങൾ താമസിക്കുന്നതിനേക്കാളും എത്രയോ ദാരിദ്ര്യാവസ്ഥയിൽ അവർ ജീവിക്കുന്നു കർത്താവെ. അവരുടെ മക്കളെ ഓർത്ത്, അവരുടെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങൾ ഓർത്ത് ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവെ. അവർ ഒന്നിനും മുട്ടില്ലാത്തവരായി നടത്തുവാൻ തക്കോണം നീ വിശ്വസ്തനും മധ്യായവനും നിങ്ങൾ അറിയുന്നു കർത്താവെ. ഹല്ലേലൂയ. സരാഫത്തിൽ വിധവയെ പോറ്റിയതുപോലെ നീ അവരുടെ സകല ആവശ്യങ്ങളെയും കർത്താവ് ഈ കോവിഡ് കാലത്തും ഇന്ത്യ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഈ സമയത്തും ഒന്നിനും മുട്ടില്ലാതെ അവരുടെ ഓരോ ആവശ്യങ്ങളും നീ തന്നെ കർത്താവെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ സകല സുവിശേഷകന്മാരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് അവരെ മുദ്രയിടുന്നു കർത്താവെ.
ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവെ അനേക കരങ്ങൾ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ ഒരു മാസവും കർത്താവെ അവർക്ക് അവരുടെ ആ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാതെ വണ്ണം നിന്റെ കരം കർത്താവെ, നിന്റെ സമൃദ്ധിയായിട്ടുള്ള നിന്റെ കരം വ്യാപരിക്കട്ടെ കർത്താവെ. അതിന്റെ ശ്രീ ഭണ്ഡാരം തുറന്ന് കർത്താവെ പൈസ ഒഴുകിവട്ടെ അതിലേക്ക്. കർത്താവെ ആവശ്യമായ കാര്യങ്ങൾ, അതിലവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, കൈത്താങ്ങലുകൾ യേശുവിന്റെ നാമത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരട്ടെ. In Jesus' name. In Jesus' name. In Jesus' name. In Jesus' name. Hallelujah. കർത്താവേ, ഷാജുവിന്റെ മമ്മി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അമ്മയെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ കരം വ്യാപരിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കരം ചലിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, കണ്ണിന്റെ ആ പ്രയാസം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടാകട്ടെ. കാഴ്ച യേശുവിന്റെ നാമത്തിൽ അത് തിരികെ വരട്ടെ. ഒരു വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഐക്യമത്യ യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവെ, നിന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും തരാമെന്നുള്ള നിന്റെ വാഗ്ദത്തമാണല്ലോ കർത്താവെ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഐക്യമത്യപ്പെടുന്നു ആ കാര്യത്തിൽ. കർത്താവെ, ക്ഷീണാവസ്ഥയിൽ നിന്നൊരു മാറ്റമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, പഴയതുപോലെ തന്നെ കണ്ണ് തെളിഞ്ഞു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിലെ കണ്ണുകൾക്ക് പൂർണ്ണ കാഴ്ച യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളത് കൽപ്പിക്കുന്നു. കണ്ണുകൾ പൂർണ്ണമായിട്ടും വിടുതലുണ്ടാകട്ടെ കർത്താവേ. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടാകട്ടെ കർത്താവേ. ഞങ്ങളുടെ വായിലെ വാക്കുകൾ കൊണ്ടല്ല, നീ കർത്താവെ കാൽവരി ക്രൂസിൽ ചെയ്ത് കഴിഞ്ഞ ആ കാര്യത്തിനായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വ്യാപരിക്കട്ടെ. Oh, glory to Jesus. Hallelujah. രക്തം ജയം, യേശു രക്തം ജയം. Hallelujah. നന്ദിയപ്പ, നന്ദിയോടെ സ്തുതിക്കുന്നു. Hallelujah. Glory to Jesus. Glory to Jesus. Hallelujah. Thank you Lord. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഈ വർഷം അവസാനിക്കുന്ന ദിവസത്തെ ആ പ്രാർത്ഥന ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ ദിവസം കർത്താവെ ആഗ്രഹിക്കുന്നവരെല്ലാം കൂടി വരുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരേക്ക് മുദ്രയിടുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവരുടെ കൂടുവാൻ നിശ്ചയിക്കുന്ന സ്ഥലത്ത് യാതൊരു തടസ്സങ്ങളും വരാതെ, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ കർത്താവിന്റെ വലിയൊരു വീര്യ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിയ കൃപയ്ക്കായിട്ട് കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാൻ പോകുന്ന സമയത്ത് ആഗ്രഹിക്കുന്നവരെല്ലാം അവിടെ കൂടി വരുവാൻ ഇടയാക്കിരട്ടെ കർത്താവെ. നിന്റെ ഒരു അഭിഷേകം അവിടെ വ്യാപരിക്കട്ടെ കർത്താവെ. ഓ, ഗ്ലോറി ടു ജീസസ്. നന്ദി കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. താങ്ക് യു ജീസസ്. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഒന്നും ഒരു തടസ്സവും വരാതെ എല്ലാ കാര്യങ്ങളും, സാഹചര്യങ്ങൾ സകലതും യേശുവിന്റെ നാമത്തിൽ അനുകൂലമായി വരട്ടെ. ഇൻ ജീസസ് നെയിം. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കാണുന്നു ഞാൻ യാഗിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഗിൽ കുന്നുകളകലും വൻപർവതനിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലോ. കുന്നുകളകലും വൻപർവതനിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലോ. നീങ്ങുകിലവൻ ദയയെ നിന്നിൽ നതുപോൽ നിലനിൽക്കും സമാധാനം നിയമവും നിത്യം. നിലനിൽക്കും സമാധാനം നിയമവും നിത്യവും. കാണുന്നു ഞാൻ യാഗിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഗിൽ ഒടിക്കുകയിലവനേറ്റം ചതഞ്ഞതമോടാം. കിടക്കുകയിലവൻ തിരിപ്പുക വമിക്കുകയും. ഒടിക്കുകയിലവനേറ്റം ചതഞ്ഞതമോടാം. കിടക്കുകയിലവൻ തിരിപ്പുക വമിക്കുകയും. നടത്തും തൻ വിധി ജയം ലഭിക്കും നാൾ വരെയും. തളരാതെ അവൻ ഭൂമിൽ സ്ഥാപിക്കും ന്യായം. തളരാതെ അവൻ ഭൂമിൽ സ്ഥാപിക്കും ന്യായം. കാണുന്നു ഞാൻ യാഗിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഗിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഭാരതത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഡൽഹിയിലെ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരം മറ്റു പ്രയാസങ്ങൾ കടന്നു പോകാതെ തന്നെ രമ്യമായി പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ നമ്മൾ അവിടെയുള്ള
എല്ലാ കർഷകരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശം രക്ഷിക്കപ്പെടാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. പല വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലും യേശു എന്ന പേര് കേൾക്കാത്ത അനേക ലക്ഷോപലക്ഷ ഗ്രാമങ്ങളുണ്ട്. നമുക്ക് അവരോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പല സഹോദരന്മാരും കർത്തൃവേലയായിരിക്കുന്നു. പ്രത്യേക മധ്യപ്രദേശ് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് ബില്ല് അവിടെ പാസ്സാക്കിയിരിക്കുകയാണ്. അക്രൈസ്തവർക്ക് ഒരിക്കലും വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥാ വിഷയത്തിലേക്ക് മധ്യപ്രദേശ് ഗവൺമെന്റ് ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. ഇന്നലെ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ, ആ സഹോദരന്റെ വീഡിയോ ഇന്ന് കാലത്ത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. നിങ്ങൾക്ക് പലരും കണ്ടെന്ന് വിശ്വസിക്കുകയാണ്. പ്രത്യേകം നമ്മുടെ മധ്യപ്രദേശ് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അവിടെയുള്ള പ്രതികൂലാവസ്ഥ മാറി കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുവാൻ പ്രത്യേകം മധ്യപ്രദേശെ കുറിച്ചും അതുപോലെ മറ്റ് എല്ലാ സ്റ്റേറ്റിനും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. ഭാരതം കർത്താവ് നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുകയാണ്. അത് കർത്താവിനെ നമ്മൾ നേടിയെടുക്കണം. നമ്മൾ പ്രത്യേകം വടക്കിന്റെ ഗ്രാമങ്ങളോർത്ത്, യേശുവിനെ അറിയാത്ത ഗ്രാമങ്ങളോർത്ത്, ജില്ലകളോർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മാത്രമല്ല ഗ്ലോബൽ ബ്രോഡ്കാസ്റ്റിംഗ് മിഷനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയത്തെ ഓർത്ത്, ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകം മധ്യപ്രദേശ് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർഷകരുടെ സമരം മാറിക്കിട്ടാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗ്ലോബൽ ബ്രോഡ്കാസ്റ്റിംഗ് മിഷൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന വിഷയം ഓർത്ത് ജോബ്സ് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവ് വിഷയങ്ങളെല്ലാം സമർപ്പിക്കുന്നു. മധ്യപ്രദേശിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദേശത്തിനെതിരായിട്ടുള്ള കർത്താവയുടെ കാലം ഉണ്ടായിരിക്കുമാറാണ്. വിശ്വാസികളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരിക്കലും പിന്മാറി പോകാണ്ടിയാകെ തന്നെ ശരണപ്പെടുവന്നൊക്കെ എല്ലാ മക്കളെയും സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ എല്ലാ വേലകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേക കർത്താവെ കർഷക സമ്മേളനത്തിൽ ആയിരിക്കുന്ന കർത്താവെ ആ സമയ കർത്താവ് പിന്മാറുക. കർത്താവെ യേശുവെ നിന്നെ കർത്താവെ രുചിച്ചറിയാവുന്നൊക്കെ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവെ നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ എല്ലാ വിഷയത്തിന്മേലും അങ്ങയുടെ ആത്മാവ് പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ യേശുവെ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോഴൊക്കെയും നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത് മാനിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവെ മുമ്പ് അവന്റെ രാജ്യവും നീതി അന്വേഷിക്കും അതോടുകൂടി കിട്ടും. കർത്താവെ അവന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു വരുന്നു. കർത്താവെ കർത്താവെ യേശുവെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കും കർത്താവെ ഞങ്ങൾ മറുപടി ചെയ്യുന്നു. കർത്താവെ അന്ന് എല്ലാ സൗഖ്യത്തിനും എല്ലാ കാര്യത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനവ പങ്കെടുക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർഗുരമാണ് എന്റെ നിത്യമവീട്, എന്റെ നിത്യമവീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർഗുരമാണ് എന്റെ നിത്യമവീട്, എന്റെ നിത്യമവീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, പിന്മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, പിന്മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഓ അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർഗുരമാണ് എന്റെ നിത്യമവീട്, എന്റെ നിത്യമവീട്. നമുക്ക് പ്രാർത്ഥിക്കാം. മാത്യൂസ് കടഭാരം മാറി കിട്ടുവാൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ആ മാത്യൂസിനോട് കുടുംബദൈവത്തെ പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ചു കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അടുത്തതായിട്ട് ഗീവർഗീസ് കുടുംബത്തെ അസ്വസ്ഥതകൾ മാറാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. അടുത്ത വിഷയം പറയുന്നത് ലിസാം ബിജുവിന്റെ ക്യാൻസർ രോഗം മാറി കിട്ടുവാൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. ബിജുവിന്റെ ക്യാൻസർ അസുഖം മാറി കിട്ടാൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. 4 വിഷയം നമ്മൾ പറഞ്ഞപ്പോ ഒന്ന് മാത്യൂസ് കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കേണ്ടത്, ജിമ്മെ പ്രാർത്ഥിക്കേണ്ടത്. അച്ചു കോളേജിലെ അന്വേഷണം ലഭിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗീവറീസ് കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. ലിസാം ബിജുവിന്റെ മകന്റെ ക്യാൻസർ രോഗം മാറി കിട്ടാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സുഹൃത്ത് ജിമ്മി പ്രാർത്ഥിക്കും. Praise the Lord. Amen.
പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രവർത്തിക്കുന്ന പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആശ്വാസം സമാധാനം ആമേൻ. അനേകം പേർ കർത്താവേ ഇതേപോലെയുള്ള രോഗങ്ങളെ വലയുന്നവരുണ്ടല്ലോ കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ കർത്താവ് എല്ലാ വിഷയങ്ങളിലും കർത്താവെ നീ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കർത്താവെ ഒന്നുകൂടി കർത്താവെ നിന്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിച്ച് എല്ലാ വിഷയങ്ങൾക്കും കർത്താവെ നീ കർത്താവെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിങ്ങളെല്ലാവരും കർത്താവ് ഇവിടെ കൂടെ വന്നിരുന്നു കർത്താവെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിങ്ങളെല്ലാവരും കർത്താവെ കുറവുള്ളവരാണല്ലോ കർത്താവെ. നിങ്ങൾ കർത്താവെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ നിങ്ങൾ അപേക്ഷകളും പ്രാർത്ഥനയും കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, താഴ്മയോടെ കേൾക്കണമേ. ആമേൻ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ, സ്വയം ഈ നിമിഷം താൻ കൃപാതന്നിൽ വെച്ചോ, ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ടേ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമപ്പോ നിഷ്കളങ്കമോ നിന്നാങ്കി കുളിച്ചോ കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ, പാപക്കാര എന്ന അങ്കി നീക്കി കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ കുളിക്കാം, ജീവനീരൊഴുകുന്നു അശുദ്ധർക്കായി കുളിച്ച് ശുദ്ധിയായിടുക, ജീവനീരൊഴുകുന്നു അശുദ്ധർക്കായി കുളിച്ച് ശുദ്ധിയായിടുക, കുളിച്ചോ കുഞ്ഞാട്ടേ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമമ്പോ നിഷ്കളങ്കമോ നീങ്ങി കുളിച്ചോ കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ. നമ്മളെ ശുദ്ധീകരിക്കുന്നത്, നമ്മെ വെട്ടിപ്പാക്കുന്നത്, നമ്മുടെ പാപത്തില്ലായ്മ ചെയ്യുന്നത് കർത്താവിന്റെ രക്തമാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറി 3 ആണികൾ തൂക്കപ്പെട്ടു. അവൻ തന്റെ ചങ്കിലെ ചോര മുഴുവനും നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. ഇത്രമാത്രം നമ്മെ സ്നേഹിപ്പാൻ തക്കോണം ദൈവം നമ്മോട് കൃപ ചോർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരികയില്ല. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ എത്ര പേർക്ക് ഈ ദൈവം ചെയ്ത നന്മ, ആ വലിയ അനുഗ്രഹം ഓർക്കാൻ സാധിക്കുന്നു. പലപ്പോഴും നമ്മൾ ലോകപരമായിട്ട് അനുഗ്രഹം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വിഷമിക്കാറുണ്ട്. പക്ഷെ ലോകപരമായ അനുഗ്രഹം ലഭിച്ചില്ലെങ്കിൽ കൂടിയും അത് വേണം നമുക്ക്. നമ്മെ നിത്യതയിലേക്ക് അവകാശമാക്കി തീർക്കുവാൻ ദൈവം ചെയ്ത പങ്കപ്പാട് ഓർക്കുമ്പോൾ ദൈവത്തെ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അതിന് പറയുന്നു, യേശുവിന്റെ രക്തം സകല ഭാവപോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവേണ്ടി എന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ നിർദോഷം നിഷ്കളങ്കമായ കുഞ്ഞാന്റെ വിലയേറെ രക്തം കൊണ്ടത്രേ. ആ രക്തം സകല പാപത്തെയും ദോഷത്തെയും ശാപത്തെയും രോഗത്തെയും കടഭാരത്തെയും ഓപ്പറേഷനെയും എല്ലാം സൗഖ്യമാക്കാൻ വിടിവിക്കാൻ കഴിവുള്ള ഒരു രക്തമാണ് നമ്മുടെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ആ രക്തം നമ്മളെ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിഷയങ്ങൾ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത വിഷയം പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ജോബ്സെ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമേ. ലിഡിയ സ്വന്തം നാട്ടിലേക്ക് ജോലി മാറ്റം കിട്ടുവാൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. കെസിയ ഡിഫാമിന് അഡ്മിഷൻ ലഭിക്കാൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ദിബിൻ വിവാഹം ശരിയാകുവാൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ജോർജിൻ ശാരീരിക അസ്വസ്ഥത മാറുവാൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അന്ന മാത്യൂസ് ഡിഫാം പരീക്ഷയിൽ വിജയം ലഭിക്കാൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഈ വിഷയങ്ങൾ മൊത്തത്തിൽ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. സ്തോത്രം കർത്താവേ, നന്ദിയോടെ യേശുവേ, ഈ പറഞ്ഞ കർത്താവ് വിഷയങ്ങളെല്ലാം കർത്താവെ ഓരോ വിഷയം കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ അപേക്ഷകൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമായിരിക്കാം.
ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഉയർത്തുന്നു. സഹായം എവിടെ നിന്ന് വരും? വരും. സഹായം ആകാശത്തെ ഭൂമി സൃഷ്ടിച്ച വരുന്നു. കർത്താവേ, കർത്താവേ, ആ സഹായമായ പർവ്വതത്തിലേക്ക് ഞങ്ങളെ കണ്ണുകൾ ഉയർത്തുവാനൊക്കെയാണ് കർത്താവേ. വിഷയങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു വരുന്നു. കർത്താവേ, അങ്ങ് കർത്താവ് പരിവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവ് മാറ്റം കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനമഹത്വം കൊടുക്കണമേ. യേശു ക്രിസ്തു നാം തന്നെ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും. ഓ എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും. അമേൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മിഷന്റെ കേരള സ്റ്റേറ്റ് മീറ്റിംഗ് ഡിസംബർ 25-ാം തീയതിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ കൂടികൾ നമുക്ക് സാധ്യമാകുന്നതുകൊണ്ട് നമ്മളെല്ലാ ശുശ്രൂഷകളും പാട്ടുകളും പ്രസംഗവും ഒക്കെ നമ്മൾ ഓൺലൈനിൽ ക്രമീകരിക്കുകയാണ്. കർത്താനുവദിച്ചാൽ ഡിസംബർ 25-ാം തീയതി 9 മണി മുതൽ വൈകിട്ട് 4 മണി വരയ്ക്കും കർത്താവിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലവരായ പാട്ടുകാരെ നമ്മുടെ ഓൺലൈനിൽ പാടുന്നതായിരിക്കും. അനേക സാക്ഷ്യങ്ങൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും. നിങ്ങൾ എല്ലാവരും അത് കാണാൻ മറക്കരുത്. പ്രത്യേകം അതിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നമുക്ക് ട്രംപറ്റ് കഴിഞ്ഞ 15 വർഷക്കാലം ഇടതടവില്ലാതെ ഇറക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. കൃപയാൽ അത് കളർ പ്രിന്റിലേക്ക് മാറുമെന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേക ലാസ്റ്റ് ട്രംപറ്റിനോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രത്യേകം നമ്മൾ ഈ കാലഘട്ടം ചെറുപ്പക്കാരോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. വളരെയധികം കൂട്ടുകെട്ടുകൾ തെറ്റിപ്പോകുന്ന ഒരുപറ്റം ചെറുപ്പക്കാർ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം മ്ലേച്ഛമായ രീതിയിലൊക്കെ അവരെ പല കൂട്ടുകെട്ടുപെട്ടുകൊണ്ട് അവരെ പാപത്തിന് അടിമയായി തീരുന്നു. നമുക്ക് എല്ലാ ചെറുപ്പക്കാരോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാ മക്കളോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പലർക്കും ഇന്നാണ് മറ്റു ഓപ്പറേഷന് വിധേയരാകുന്ന അനേക ആളുകൾ ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട്. നമുക്ക് അവരോട് പ്രാർത്ഥിക്കുക. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കടന്നു വരുന്ന കേരള സ്റ്റേറ്റ് മീറ്റിംഗ് ലാസ്റ്റ് ടൈമിന്റെ വാർഷികതൊക്കെയും അനുഗ്രഹം വളർത്താൻ ദൈവം ഞങ്ങൾ സഹായിക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ കർത്താവെ ആ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു അഭിഷേക തൈലം കർത്താവ് ഒഴിക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ ട്രംപറ്റ് മൊത്തം കർത്താവ് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേക കർത്താവിലേക്ക് അടുക്കുവാനുള്ള മുഖാന്തരമായി തീർക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇന്ന് നാളെ മറ്റ് ഓപ്പറേഷൻ വിധേയരാകുന്ന, അതുപോലെ ICU കഴിയുന്ന, വെന്റിലേറ്റർ കഴിയുന്ന എല്ലാ സഹായത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സൗഖ്യം സമാധാനം കൊടുക്കട്ടെ കർത്താവെ. പ്രത്യേകം അത് റീജിയണൽ ക്യാൻസർ ആശുപത്രി കഴിയുന്ന ക്യാൻസർ പേഷ്യന്റോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പലർക്കും തീരെ വ്യാധി പിടിച്ചുകൊണ്ട് കർത്താവ് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ കർത്താവ് ഭാരപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് സൗഖ്യം നീ കൊടുക്കണമേ, ദൈവിക ദർശനം കൊടുക്കണ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശു ആശ്രയിപ്പാൻ നീ മുഖാന്തരങ്ങളെ നീ ഒരുക്കി കൊടുക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകം ഞങ്ങളുടെ ചെറുപ്പക്കാർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യുവ തലമുറ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവിന് ഉതകുന്ന, കർത്താവിന് ഉപകാരപ്പെടുന്ന മക്കളെ തീരുവാൻ നീ അത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നല്ല ബുദ്ധി കൊടുക്കണേ അപ്പ, വചനം വാങ്ങിക്കുന്ന കൊടുക്കണേ കർത്താവ്, നല്ല ബുദ്ധിപരം കൊടുക്കണേ കർത്താവ്. കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ നല്ല പത്തോസുമനെ പോലെ, പലൂസിനെ പോലെ, ലുദിയ പോലെ, അബ്രാമിനെ പോലെയൊക്കെ ശോഭിപ്പാൻ ഞങ്ങളുടെ മക്കളെ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൃപയെ സൂക്ഷിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ പാട്ടെടുക്കും. അനുഗ്രഹത്തിനധിപതിയേ അമ്മൻ ആനന്ദ കൃപ പേരുന്നതിയേ അനുഗ്രഹത്തിനധിപതിയേ ആനന്ദ കൃപ പേരുന്നതിയേ അനുദിനം നീ പദംഗതിയേ അടിയാനു നീ കൃപമതിയേ അനുദിനം നീ പദംഗതിയേ അടിയാനു നീ കൃപമതിയേ വിനകൾ വന്നിടുകിൽ വളരുകയിൽ എൻ ഹൃദയം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ
അനുഗ്രഹത്തിനധിപതിയേ ആനന്ദ കൃപ പെരും നദിയേ. പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്ത് പ്രാർത്ഥിക്കുന്നത് മോളിച്ച പ്രാർത്ഥിക്കുന്നത് സ്വന്തം ഭാഗത്തു നിന്നും ചെറുപ്രായത്തിൽ കിട്ടിയ പീഡനങ്ങൾ വഴി സഹിച്ച് അനാദരത്തിൽ വളർന്നു വന്ന ബ്രദർ മനോജിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒത്തിരി പീഡനമധ്യേ പ്രയാസമധ്യേ കടന്നുപോയി കൃപയാൽ തന്റെ മകനെ ഒരു അനാഥ മന്ദിരത്തിൽ, ഒരു ക്രിസ്ത്യൻ സഭയുടെ അനാഥ മന്ദിരത്തിൽ എത്തുവാൻ സഹായിച്ചു. സഹോദരൻ മനോജിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലും വിശ്വാസത്തിന് സ്വാതന്ത്ര്യമില്ല, പള്ളി പോകാൻ സ്വാതന്ത്ര്യമില്ല, ദൈവത്തെ സ്തുതിക്കാൻ സ്വാതന്ത്ര്യമില്ല. പ്രത്യേകം അവരോട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അവരുടെ രാജ്യങ്ങളിൽ തടവിൽ കഴിയുന്ന വിശ്വാസികളായ ആളുകളുണ്ട്, പാസ്റ്റർമാരുണ്ട്, അച്ഛന്മാരുണ്ട്. നമുക്ക് അവരോട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പ്രത്യേക IS ഭീകരാൽ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് ബിഷപ്പുമാരുണ്ട്, അച്ഛന്മാരുണ്ട്, അതുപോലെ പാസ്റ്റേഴ്സ് ഉണ്ട്. അവരെ ഇന്നും തടവിൽ കഴിയുകയാണ്. നമുക്ക് അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേക ഒരു കുടുംബ വിഷയത്തിൽ മകളുടെ വിവാഹം നടക്കാതെ പാരപ്പെടുന്ന ഒരു കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന്റെ പേര് ഞാൻ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നില്ല. ആ കുഞ്ഞിന്റെ മകളുടെ വിവാഹം കഴിയാൻ തടസ്സം നിൽക്കുന്ന ആ വീട്ടിലെ അമ്മച്ചിയാണ് തടസ്സം നിൽക്കുന്നത്. അതുകൊണ്ട് ആ വിവാഹം ആ കുട്ടിക്ക് നല്ല ഭാവി ലഭിക്കാൻ, ആ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ. ഇത്തരം വിഷയങ്ങളോർത്ത് മോളിച്ചു പ്രാർത്ഥിക്കാം. ഞങ്ങളോട് അത് സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നേരത്തിനായി ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇതുവരെ നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. കർത്താവേ, ഇന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ബ്രദർ മനോജിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകപ്രകാരമായ സ്നേഹമൊന്നും കിട്ടാതെ വിഷമിക്കുന്ന മനോജിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവിക സ്നേഹം അവരിൽ വ്യാപരിക്കണമേ കർത്താവേ. കർത്താവ് കൂടുതൽ കർത്താവ് ശോഭിക്കുവാൻ, വചനത്തിൽ ശോഭിക്കുവാൻ കർത്താവ് നീ സഹായിക്കണമേ കർത്താവേ. തടവിൽ കഴിയുന്ന വിശ്വാസികളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് കർത്താവ് ആരാധന നടത്താനും കർത്താവിനെ സ്തുതിക്കുവാനും തടസ്സമായി നിൽക്കുന്ന എല്ലാം മാറ്റിക്കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ മാറിക്കൊടുക്കണമേ കർത്താവേ. അവർക്ക് ആവശ്യമായ ആരാധന സ്വാതന്ത്ര്യം കർത്താവ് നീ അവർക്ക് കൊടുക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, കുടുംബത്തിൽ തടസ്സമായി നിൽക്കുന്ന കർത്താവെ, കുടുംബ വിവാഹപ്രായത്തിന് വേണ്ടി തടസ്സമായി നിൽക്കുന്ന അവർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ കർത്താവെ. പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് തന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ തന്നിട്ടുണ്ട് കർത്താവെ. അതെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അതിന്റെ മുകളിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, എല്ലാ കാര്യങ്ങളും കർത്താവെ വാക്കുമാറാത്തവൻ ഭാരങ്ങൾ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. കർത്താവെ, പ്രഭുക്കന്മാരിലും മനുഷ്യരിലും ആശ്രയിക്കാതെ കർത്താവെ യഹോവയിൽ ആശ്രയിച്ചു കർത്താവെ മുന്നോട്ട് പോകാൻ നീ സഹായിക്കണമേ. ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിക്കണമേ കർത്താവെ. കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ കർത്താവെ നീ കൃപ ചെയ്യണമേ കർത്താവെ. എല്ലാവരെയും അവിടെ ഒരുമിച്ച് കാണുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ കർത്താവെ. അത് വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നിന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതുവരെ നടത്തിയ വിധങ്ങൾക്ക്, ഇതുവരെ തന്ന അനുഗ്രഹങ്ങൾക്ക് കർത്താവെ എത്ര നന്ദി പറഞ്ഞാൽ ഞങ്ങൾ മതിയാവില്ല കർത്താവെ. എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വന്ന എല്ലാവരെയും നിന്റെ ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരുടെ മുകളിലും കർത്താവെ നീ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണമേ. ആമേൻ. നമ്മള് ശുശ്രൂഷ അവസാനിക്കാൻ പോവുകയാണ്. ഒരു പാട്ട് പാടാം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർഗുലമാണ് നിത്യമവീട്, എന്റെ നിത്യമവീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർഗുലമാണ് നിത്യമവീട്, എന്റെ നിത്യമവീട്. എൻ പ്രയാകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം.
ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും പിന്മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടുമെന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും പിന്മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും. പ്രാർത്ഥിക്കുന്ന നമുക്ക് ഇന്ന് നമ്മുടെ ഈ പ്രാർത്ഥന ഉച്ചരിപ്പിക്കുന്ന ശുശ്രൂഷ കൂടിയിരിക്കുന്നത് എന്റെ സഹോദരനായ തോമസിന്റെ ഭവനത്തിലാണ്. തോമസ് ചെയ്തിരിക്കുന്നത്. കൃപയാൽ തോമസിന്റെ കർത്താവ് അവിടെ സൗഖ്യം കൊടുത്ത് സഹായിച്ചു. ദൈവം ബലപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഇരിക്കും. ഒരു വലിയ അപകടത്തിൽ നിന്ന് തോമസ് ദൈവം വിടുവിച്ചു. അത് ദൈവത്തോടെക്കാൾ വലിയൊരു മുഖാന്തരമായി തീർന്നു. നമുക്ക് ദൈവം സ്തുതിക്കാം. തോമസിന്റെ ഭാര്യ ഇവിടെയുണ്ട്, 2 മക്കളുണ്ട്. തോമസിന്റെ പോൾസൺ ഇവിടെയുണ്ട്, പോൾസന്റെ വൈഫ് സോനിയ കൂടിയുണ്ട്. അതുപോലെ തന്നെ ബാനിന്റെ ഇവിടെ കൂടെയുണ്ട്, ഞാനുണ്ട്, അവർ ജോബ്സ്കുണ്ട്. പ്രത്യേകം ഇവരെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ മുത്തരേഷനയക്കുന്ന വറീസിനെ പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ മക്കളയക്കുന്ന ജസ്നയെ ഡെറിനെ പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക്. അതുപോലെ വിൻസിന്റെ ഭാഗം പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശേഷി ഓർത്ത് മോനെ ഓർത്ത് മോളെയും ഹസ്ബൻഡിനെയും കുഞ്ഞിനോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക്. അതുപോലെ പോൾസലിനോർത്ത് മക്കളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക്. അവരുടെ കുടുംബം ഏറ്റവും അനുഗ്രഹമായി തീരുവാനാക്കണം അതിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തെ കുറിച്ച് എന്താ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് വായിച്ചിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക്. മറ്റെല്ലാ വിഷയങ്ങളോട് വഹിച്ചുകൊണ്ട് മുതൽ പാൻ്റെ പ്രത്യേകം പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Jesus. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിൽ കർത്താവെ തോമസിന്റെ ഈ ഭവനത്തിൽ കടന്നു വന്ന് കർത്താവെ നിനക്ക് വേണ്ടി കർത്താവെ ഇപ്പോൾ ഇവിടെ നിൽക്കുവാനുള്ള ഒരു ഭാഗ്യം നീ അവന് കൊടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവന്റെ വലിയൊരു വിടുതൽ നീ അവന് കൊടുത്തുവല്ലോ കർത്താവ്. നിന്നോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കിയല്ലോ കർത്താവെ. അവനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് അവനെ മുദ്രയിടുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ ഭവനത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ ഭാര്യയും മക്കളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ മക്കൾ വാലല്ല തല തന്നെ ആയിരിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവെ അവർ ഉയർച്ച തന്നെ പ്രാപിക്കും. അവർ താഴ്ച പ്രാപിക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ അവന്റെ ബിസിനസ് തഴച്ചു വളരട്ടെ. യേശുവിന്റെ നാമത്തിൽ അവൻ വാലല്ല തല തന്നെ ആയിരിക്കട്ടെ. മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു അതിന്റെ ഇരട്ടി അഭിഷേകത്തോടെ അതിന്റെ ഇരട്ടി ബിസിനസ്സോടുകൂടെ കർത്താവെ നിന്നിൽ ആശ്രയിക്കുന്ന കാലം മുതൽ അങ്ങനെ തന്നെ ഒരു വേർതിരിവുണ്ടാകട്ടെ കർത്താവെ. മുമ്പത്തേനേക്കാളും ഒരു വലിയ അഭിഷേകത്തോടെ ഒരു വേർതിരിവ് കർത്താവ് മുമ്പത്തേക്കാൾ കർത്താവിനെ അറിയുന്ന കാലഘട്ടത്തിൽ വരുമ്പോൾ കർത്താവ് അതിന്റെ ഒരു വ്യത്യാസം അവന്റെ ജീവിതത്തിൽ കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. ഞങ്ങളത് കൽപ്പിക്കുന്നു. കർത്താവ് ബിസിനസ് താഴ്ച വളരട്ടെ. യേശുവിന്റെ നാമത്തിൽ 4 ഭാഗങ്ങളിൽ നിന്നും അതിലേക്ക് ആളുകൾ ഒഴുകി വരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ക്ലാസ്സിൽ അവർ വാലല്ല തല തന്നെ ആകട്ടെ കർത്താവെ. അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ അവർ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഗ്ലോറി ടു ജീസസ്. കർത്താവെ നല്ല സ്ഥാനങ്ങളിൽ അവർ എത്തട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവെ എന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും നിന്റെ കരങ്ങളിലേക്ക് അവരുടെ മക്കളെ കർത്താവെ അവരുടെ ഭവനങ്ങളെ അവരുടെ വരുമാന മാർഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്റെ നാമത്തിൽ നിൽക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല. യഹോവയെങ്കിലും നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവരുടെ മുഖം ലജ്ജിച്ചു പോവുകയില്ല. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ വാഴ്ത്തുന്നു. ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. രക്തം ജയം കർത്താവെ. സകലവിധ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ വിടുവിപ്പാൻ മതിയായ ദൈവം. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഗ്ലോറി ടു ജീസസ്. കർത്താവെ ഇനി എല്ലാ വ്യക്തികളും കർത്താവെ ആരെല്ലാം കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഓർമ്മിപ്പിച്ചു അവരെല്ലാം അവരുടെ കുടുംബങ്ങളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഒരു ദുഷ്ടാത്മാ പോലെ അവരെ തൊടാതെ വണ്ണം, ഒരു മരണദൂതൻ പോലെ അവരെ തൊടാതെ വണ്ണം, ഒരു രോഗാത്മാ പോലെ അവരെ തൊടാതെ വണ്ണം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ വലിയൊരു വിടുതൽ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഗ്ലോറി ടു ജീസസ്. നന്ദി കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു. നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവെ എന്തെല്ലാം പ്രാർത്ഥന വിഷയങ്ങളാണോ പറഞ്ഞത് അതിന്റെ മേലെല്ലാം നിന്റെ കരം ചലിക്കട്ടെ. ഒരു വിടുതൽ അതിന്റെ മേലെല്ലാം വ്യാപരിക്കട്ടെ കർത്താവെ. അതിന്റെ എല്ലാം കർത്താവെ അവരുടെ ആ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിനക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ കർത്താവേ? ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായി യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് കർത്താവ് നീ പറഞ്ഞിരിക്കുന്നല്ലോ. നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു. നിന്നിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കും. ഹല്ലേലൂയ. നിന്നെ പോലെ വേറൊരു ദൈവം ഇല്ല കർത്താവേ. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ.
ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇപ്പോൾ കർത്താവേ അടിയങ്ങൾ പിരിഞ്ഞു പോകുന്നു. തുടർന്ന് അങ്ങയുടെ സാന്നിധ്യം ഈ ഞങ്ങളോട് കൂടെയും ഈ ഭവനത്തോടു കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. വിശ്വാസ നാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസ നാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. ഒരു വായിക്കാൻ ആഗ്രഹിക്കുന്നത് സംഗീതം 4-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. സംഗീതം 4-ന്റെ 3-ാം വാക്യം, 4-ന്റെ 1-3 വാക്യം നമുക്ക് വായിക്കാം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണമേ. ഞാൻ ഞെരുക്കത്തിരുന്നപ്പോ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. 3-ാം വാക്യം പറയുകയാണ്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ നമുക്ക് സുപരിചിതമായ ഒരു സംഗീതത്തിന്റെ 2 വാക്യമാണ് വായിച്ചു കേട്ടത്. ദാവീദാണ് ഈ സംഗീതം എഴുതിയിരിക്കുന്നത്. പറയുകയാണ്, എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം പറയണം. ഞാൻ അനവധി ചിന്തിച്ച ഒരു ഭാഗമായിരുന്നത്. കാരണം ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം പറയണമേ. മാത്രമല്ല, ഞാൻ ഞെരുക്കത്തിരുന്നപ്പോ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അതും വളരെ പ്രാഗൽഭ്യമുണ്ട്. ഒരു അപ്പനോട് മകൻ മകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ, അത് സാധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ പോലെ തന്നെ ദാവീദിന് ദൈവത്തോടുള്ള വലിയൊരു പ്രാഗൽഭ്യം ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള ബന്ധത്തിലാണ് ദാവീദ് ഇങ്ങനെ പറയുന്നത്, അത് എന്നെ നീതിയായ ദൈവം വിളിക്കുമ്പോൾ ഉത്തരമല്ല. പ്രിയ ദൈവജനമേ, നമുക്ക് ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദിനെ തന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളൊരു ഉറപ്പും ധൈര്യം തനിക്കുണ്ട്. ഞാൻ ഈ വിഷയം ഇന്ന് വൈകിട്ടത്തെ ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഒന്നിനെ ആവർത്തിച്ച് പറയുകയാണ്, ദാവീദിനെ ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളൊരു ധൈര്യവും ഉറപ്പും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്റെ നീതിയെ ദൈവം ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമാണ്. കാരണം ദാവീദിന് ദൈവമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. കേവലം ഒരു ആട്ടിലെ ചെറുക്കനായ ദാവീദ് തന്റെ ഭവനത്തിൽ ആരാരും വിലവയ്ക്കപ്പെടാതെ കാട്ടിലെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ആ ജോലിയിൽ ആയിരിക്കെ ഒരു ആട്ടിലെ ചെറുക്കന്റെ അവസ്ഥയിൽ നിന്ന് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി വാഴിക്കുവാൻ ദൈവം തന്റെ മകനോട് കൃപ തോന്നി. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആ ദാവീദിനറിയാം, ദൈവം എന്നെ അറിയുന്നു എന്നത് വലിയൊരു പ്രാഗൽഭ്യം. അതിന് 3-ാം വാക്യം പറയുന്നത്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. വെറുതെ ദാവീദ് പ്രാർത്ഥിക്കുന്നതല്ല, വെറുതെ ഇങ്ങനെ കാണാപാട്ട് പാടുന്ന ദാവീദ് പ്രാർത്ഥിക്കുന്നതല്ല. ദാവീദിനെ ദൈവമായിട്ട് ബന്ധമുണ്ട്. അതിങ്ങനെ ബന്ധമാണ് പറയുന്നത്, യഹോവ ഭക്തനെ തനിക്കായിട്ട് ചെയ്യുന്നു, വേർതിരിച്ചിരിക്കുന്നു. പ്രിയ ദൈവജനമേ, നമ്മൾ ദൈവത്തോട് അല്ലെങ്കിൽ കർത്താവിനോട് പല കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥന ലഭിക്കാതിരിക്കാം. പക്ഷെ നമ്മുടെ വശത്തുനിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ ദിനംപ്രതി ബൈബിൾ വായിക്കുകയും വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. നാം പോകേണ്ട വഴിയിൽ കൂടെ, നാം സഞ്ചരിക്കേണ്ട മാർഗങ്ങളിൽ കൂടെ, നാം ചെയ്യേണ്ട ജോലിയിൽ കൂടെ ഒക്കെ ദൈവം സംസാരിക്കും. അതുകൊണ്ട് ദാവീദ് പറയാണ്, അതെ, യഹോവ തന്റെ ഭക്തനെ തനിക്ക് എന്ത് ചെയ്യുന്നു, വേർതിരിച്ചിരിക്കുന്നു. ദിനംപ്രതി ദൈവമായിട്ടൊരു ബന്ധം കൊണ്ടാണ്. ആ ബന്ധം ഉണ്ടാകുമ്പോഴാണ് ഒരു വേർതിരിവുണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാടുണ്ടാകണം. ഞാൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട വ്യക്തിയായിട്ട് ശിംശോനെ ദൈവം വേർതിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ അതേ ലോകത്തിനൊപ്പം നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളും അതേ വേർതിരിക്ക അനുഭവത്തിൽ പാടാറുണ്ട്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ക്ഷണമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ക്ഷണമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാകളെന്ന കേട്ടിട, കാലമേറെയില്ലല്ലോ കാകളെന്ന കേട്ടിട. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പിൽ എന്ന ശുശ്രൂഷയിലൂടെ കർത്താവേ ഞങ്ങൾക്ക് ഒന്നിച്ചായി നടക്കണം. അങ്ങ് നൽകിയ വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നുണ്ട്. ഞാനിതുവരെയും
അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും എല്ലാ വ്യക്തികളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്ക് ആശ്വാസം വിടുതലും നീ കൊടുക്കണേ അപ്പ. കേവലം ഒരു പ്രഹസന പ്രാർത്ഥനയെ തീരാതെ കർത്താവെ, ആത്മാർത്ഥതയോടുകൂടി കർത്താവെ, ഹൃദയവാഞ്ചയോടുകൂടി ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു ഭാരമായി തീരുവാൻ ദൈവം സഹായിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തും കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിനെ അനുഗ്രഹിക്കണം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ശുശ്രൂഷകൾ സേവിക്കുന്ന എല്ലാ ദൈവമക്കളോടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിടുതലും ആശ്വാസത്തെ കൊടുക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് ഞങ്ങൾ വന്നുപോയിട്ടുള്ള കുറവുകളെന്ന് ഓർക്കുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകൾ മാനിക്കണം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആണ്ടാവസ പ്രാർത്ഥന കർത്താവ് അതുപോലെ സ്റ്റേറ്റ് ഗേറ്റും അനുഗ്രഹങ്ങൾ ആയി തീരുവാണ്ടാക്കണം കർത്താവ് സഹായിക്കണം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പ അടിയങ്ങളെ കുറവുകൾ കണക്കിടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൃപയെ സൂക്ഷിക്കണമേ. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവേ, ആഹാരം പരീക്ഷയിലേക്ക് പ്രവേശിക്കരുത്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്പത്തും സഹവാസവും ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയത്തോടും കൂടെ ഈ ഭവനത്തിലെ എല്ലാവരോടും കൂടെ അവരുടെ സകല ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് യേശുനാമത്തിലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വിവേകപ്പെടണമേ.